ആകാശമോക്ഷത്തിൻ വാതിലേ, ആശ്രിതർക്കെന്നും ആനന്ദമേ. പുലർക്കാലത്തിൻ ഒളിയായി തെളിയും പരിപൂജിത ചൈതന്യ പൊൻതാരമേ. ആകാശമോക്ഷത്തിൻ വാതിലേ, ആശ്രിതർക്കെന്നും ആനന്ദമേ. പുലർക്കാലത്തിൻ ഒളിയായി തെളിയും പരിപൂജിത ചൈതന്യ പൊൻതാരമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 21-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ഈ വണക്ക മാസത്തിൽ ധ്യാനിക്കുന്നത് ഈശോയുടെ പുനരുദ്ധാനത്തിന് ശേഷം ദേവമാതാവിൻ്റെ ജീവിതത്തിലുണ്ടായ സന്തോഷത്തെക്കുറിച്ചും ഈശോ മിശിഹ ആർജിച്ച മഹിമയെക്കുറിച്ച് ദൈവമാതാവിനുണ്ടായ സന്തോഷത്തെക്കുറിച്ചും വിട്ടുപോയ ശിഷ്യന്മാരെല്ലാവരും ഈശോയുടെ പക്കലേക്ക് തിരിച്ചു വരുന്നത് നേരിട്ട് കണ്ട ദൈവമാതാവിനുണ്ടായ സന്തോഷത്തെക്കുറിച്ചുമാണ്. ഈ മെയ് മാസം മുഴുവനും ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ ദൈവിക പുണ്യങ്ങളെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതുവഴി ഈശോ കഴിഞ്ഞാൽ ദൈവജനത്തിന്, വിശ്വാസികളായ ഓരോരുത്തർക്കും അനുകരിക്കാൻ പറ്റിയ ഏറ്റവും ശക്തമായ മാതൃകയാണ് ദൈവമാതാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പോസ്തലന്മാരും അതിനുശേഷമാണ് വിശുദ്ധരെല്ലാം വരുന്നത്. ഒന്നാമതായിട്ട് ഈശോ മിശിഹായുടെ ഉദ്ധാനത്തിൽ ദൈവമാതാവിന് ഉണ്ടായ സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലഭിക്കുന്ന ഒന്നാണ് ഈ പുനരുദ്ധാനം എന്നുള്ളത്. പക്ഷേ ഈ പുനരുദ്ധാനം, നമ്മുടേക്ക് പുനരുദ്ധാനം എപ്രകാരം ഇരിക്കും എന്നുള്ള ഒരു വലിയ ചിന്തയാണ് ഈ ഒന്നാമത്തെ വണക്കവായന നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 26-27 തിരുവചനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, മരണമെന്ന അവസാന ശത്രുവും തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കി. അപ്പോൾ മരണമെന്നുള്ളത് അവസാനത്തെ ശത്രുവായിരുന്നു. ഈശോ അതിനെയും ജയിച്ചാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. തുടർന്നുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, ഇതുപോലെ ഈശോയിൽ മരിക്കുന്നവർക്കും ഒരു പുനരുദ്ധാനമുണ്ട്. 1 കൊരിന്തോസ് 15:41 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് അതാണ്. ഈ തിരുവചനങ്ങൾ നമുക്ക് നൽകുന്ന വലിയൊരു പാഠമുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് ഉള്ളൊരു ഉത്തരമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്. അതായത് സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റെ തേജസ് ഒന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. ഇവിടെ നമ്മൾ മരിയൻ ഉടമ്പടിയിൽ 6 നിബന്ധനകളൊക്കെ പറയുമ്പോൾ ഈ ദൈവ സ്നേഹത്തിൻ്റെ തോതനുസരിച്ചാണ് ഓരോരുത്തരും ഇവിടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് വലിയ സാക്ഷ്യങ്ങൾ പറയുന്നത്. അപ്പോൾ വലിയ നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ ഉടമ്പടിയിലൂടെ ദൈവം വിളിച്ച സഹോദരങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും. അവരുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്, മരണം വരെ ഈശോയ്ക്ക് സാക്ഷികളായി ജീവിക്കും. അപ്പോൾ നമ്മളിവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യണം, നിങ്ങളിവിടെ നിന്ന് പ്രേക്ഷിത പത്രങ്ങളൊക്കെ വാങ്ങി വിതരണം ചെയ്യണം. പക്ഷേ ഈ കൂടുതൽ ദൈവസ്നേഹം നിറഞ്ഞ് ഉത്തമ ബോധ്യം ലഭിച്ച സഹോദരങ്ങൾ ഒരുപാട് നമ്മളിവിടെ നിന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്.
ഇപ്പോൾ സാധാരണയായി തണുത്ത് ഉറഞ്ഞ് ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നവരും ഇങ്ങനെ ആത്മാവിൽ തീക്ഷ്ണതയുള്ളവരായി ജ്വലിക്കുന്നവരായി ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുന്നവർ തമ്മിൽ അന്ത്യദിനത്തിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്നാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. നമ്മൾ ആർജിച്ചെടുക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന മഹത്വവും. ഈശോ ഈ മഹത്വത്തിൻ്റെ വലിയൊരു പാതയാണ് കുരിശുമരണത്തിലൂടെ നമുക്കായി തുറന്നിട്ടത്. വേറെ ഒരു മതസ്ഥാപകരും ലോകത്ത് പറഞ്ഞിട്ടില്ല ഞാനാണ് ജീവനും പുനരുത്ഥാനവുമെന്ന്. ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് വഴിയും സത്യവും ജീവനും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ മർത്തായോട് ഈശോ പറയുന്നത് എന്താണ്? ഞാനാണ് ജീവനും പുനരുത്ഥാനവും. എന്തുകൊണ്ട് ക്രിസ്തു മതം ഈശോ സത്യദൈവമാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരം ഈ 2 വചനങ്ങൾ മാത്രം എടുത്താൽ മതി. ലോകത്ത് ഒരു മതസ്ഥാപകരും പറഞ്ഞിട്ടില്ല ഞാനാണ് വഴി സത്യം ജീവൻ, ഞാനാണ് ജീവനും പുനരുത്ഥാനവും എന്ന് ഒരു മതസ്ഥാപകരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് നേരെ നേരെ കാണുന്നവർ അവരുടെ ജീവൻ പോലും വെടിയാൻ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകുന്നത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 11-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവനോടുകൂടി മരിക്കുന്നവൻ അവനോടുകൂടി ജീവിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. അവനോടുകൂടി മഹത്വം അനുഭവിക്കേണ്ടതിനാണ് നമ്മളിപ്പോൾ ഈ പീഡകൾ സഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൊന്നും ഒരിക്കൽ പോലും ഈ ഒരു കുരിശനുഭവത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടില്ലെങ്കിൽ, അത് ക്രിസ്തുവിന് സമർപ്പിച്ച് ഒരു രക്ഷാകര അനുഭവത്തിലൂടെ നമ്മൾ കടന്ന് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മഹത്വമൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കും. ഈ ഒരു വണക്കച്ചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നതും അതുതന്നെയാണ്. 2 തിമോത്തി 2:11 തിരുവചനം പറയുന്നത് പോലെ തന്നെ അവനോടുകൂടി മരിക്കുന്നവൻ അവനോട് കൂടെ തന്നെ ജീവിക്കും. ആ ഒരു ബോധ്യമാണ് നമുക്ക് ഈശോ നൽകുന്നത്. ഈശോയുടെ ഈ കുരിശുമരണത്തിലൂടെയും പീഡാനുസഹനത്തിലൂടെയും ഉയർപ്പിലൂടെയും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ പാഠം അതാണ്. ക്രിസ്ത്യാനികളായിരിക്കെ നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റെ പീഡകളോട് ചേർത്ത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മഹത്വം അനുഭവിക്കും. നിങ്ങൾക്കും മഹത്വം അനുഭവിക്കാം. എൻ്റെ പുത്രൻ നേടിയെടുത്ത മഹത്വത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. രണ്ടാമതായിട്ട് ദൈവമാതാവിന് ഈശോമിശിഹ ഈ നേടിയെടുത്ത മഹിമയൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി എന്നാണ് വണക്കത്തിൽ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. വിശുദ്ധ പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായം 16-17 തിരുവചനങ്ങളിലൂടെയൊക്കെ പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാന്മാരാണെന്നാണ് പത്രോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. വീണ്ടും പത്രോസ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ അമൂല്യമാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന, സഹനങ്ങളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എന്നാണ്. അതിനുശേഷം പത്രോസ്ലീഹ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും ബഹുമാനത്തിനും മഹത്വത്തിനും ഇടയാക്കും. അതായത് നമുക്ക് കിട്ടുന്ന ഈ ഭൂമിയിലെ ഈ ഹ്രസ്വമായ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഈ സഹനങ്ങളെയൊക്കെ എന്തുമാത്രം കൃപകളാക്കി നമുക്ക് മാറ്റാൻ കഴിയുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈശോയുടെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വം ഉൾക്കൊണ്ടിരിക്കുന്നത്. അതാണ് വ്യക്തമായിട്ട് പത്രോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ അമൂല്യമാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും ബഹുമാനത്തിനും മഹത്വത്തിനും ഇടയാക്കും.
അപ്പോൾ നമ്മളും കിട്ടുന്ന കുരിശുകളെല്ലാം മഹത്വമാക്കി മാറ്റണം. അത് ദൈവത്തിന് സാക്ഷ്യം നൽകാനുള്ള ഒരവസരമാക്കി മാറ്റണം എന്നാണ് ഈ ഒരു വണക്കച്ചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഇങ്ങനെ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യന്മാർ പന്തക്കുസ്ത കഴിഞ്ഞപ്പോൾ ജനമധ്യത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് പറയുകയാണ്, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ വലിയ സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർക്ക് ഇതിനു മുമ്പ് ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് സ്ലീഹന്മാരിൽ ഒരുവനായ വിശുദ്ധ യോഹന്നാൻ തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഈശോയുടെ മരണശേഷം ഇവർ തിബീരിയസ് കടലിൽ ഓരോരുത്തർ ഒന്നിച്ചിരിക്കുമ്പോൾ, അതായത് യോഹന്നാൻ സ്ലീഹയുണ്ട്, തോമാസ് സ്ലീഹയുണ്ട്, സബദി പുത്രന്മാരുണ്ട്, നഥാനിയേലുണ്ട്. ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ അവർ പറയും, പത്രോസ് പറയും, അതായത് സഭയെ ഭരിക്കാനുള്ളവൻ ഈശോ ചുമതല ഏൽപ്പിക്കാനിരുന്നവൻ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ കൂടെയുള്ളവരും പറയും, ഞങ്ങളും നിൻ്റെ കൂടെ വരികയാണ്. ഇങ്ങനെ ഈശോയുടെ മരണശേഷം ചിതറിക്കപ്പെട്ട ഒരു ശിഷ്യ സമൂഹത്തിന് ഈശോ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ട് സമാധാനം ആശംസിച്ചുകൊണ്ട് കൂടെ നിർത്തി ദൈവവേലയ്ക്ക് വീണ്ടും നിയോഗിക്കുന്നത്. വീണ്ടും പത്രോസ്ലീഹയോട് പറയും, ഇങ്ങനെ ആ തിബേരിയൂസ് തീരത്ത് ഈശോ വന്ന് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവസാനം യോഹന്നാൻ്റെ ആ ഒരു അപ്പോസ്തല സ്ഥാനം തട്ടിമറിച്ചുകൊണ്ടാണ് പത്രോസ് അജപാലിൻ്റെ ദൗത്യം ഏറ്റുപിടിക്കുന്നത്, അതായത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ആരെക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയും. അവസാനം ഈശോ പറയും, എന്നെ അനുഗമിക്കുക. അപ്പോൾ ആദ്യം ഈശോയുടെ പുനരുത്ഥാനം അറിയുന്നതിന് മുമ്പുള്ള ഒരു ഈശോയെ അനുഗമിക്കൽ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ പ്രത്യക്ഷപ്പെട്ട ഈശോയെ കണ്ടതിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷികളായിട്ടാണ് മരിക്കുന്നത്, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഒഴികെയുള്ളവർ. അതാണ് പുനരുത്ഥാനം നേരിൽ കണ്ട, ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തികളുടെ സാക്ഷ്യങ്ങളുടെ പ്രത്യേകത. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ചില സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയും, ലോകത്തോട് ഞങ്ങൾ ഈ സാക്ഷ്യം വിളിച്ചു പറയും, ഞങ്ങൾക്ക് മരണം സംഭവിച്ചാലും ഞാൻ വിളിച്ചു പറയും. ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ മരിയൻ പ്രത്യക്ഷീകരണം അച്ഛൻ്റെ വൈദിക കൂട്ടായ്മയിലൊക്കെ പറയുമ്പോൾ ശക്തമായ പ്രതിഷേധം അച്ഛനെതിരെ ഉയരുന്ന സമയത്ത്, ഒരുപാട് പ്രഷറിലൂടെ കടന്നു പോകുന്ന സമയത്തെല്ലാം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുന്നു, നിങ്ങൾ എൻ്റെ കഴുത്ത് കണ്ടിച്ചാലും ഞാനിത് മാറ്റി പറയില്ല, കാരണം ഞാനാണ് കണ്ടത് ദൈവമാതാവിനെ ജീവനോടെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഞാനാണ് ഈ അൾത്താരയിൽ കണ്ടത്, അതെനിക്ക് മാറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈശോയെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യക്ഷീകരണത്തിന് അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. സാവൂളിനെ പൗലോസാക്കിയതും ഈ ഉദ്ധാനം ചെയ്ത ഈശോയുമായിട്ടുള്ളൊരു കണ്ടുമുട്ടലാണ്. മരിയൻ ഉടമ്പടിയും നമ്മളെ കൊണ്ടെത്തിക്കുന്നതും ഇതുതന്നെയാണ്. ഒരു ഉദ്ധാന അനുഭവം ജീവിതത്തിലുണ്ടാക്കി ആ വ്യക്തിയെ പുത്തൻ സാക്ഷികളാക്കി ലോകത്തിന് മുമ്പിൽ അവരെ ഈശോയെ കൊടുക്കാൻ പ്രാപ്തരാക്കുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ മരിയൻ മുന്നേറ്റത്തിൽ നമ്മളെയും പങ്കാളികളാക്കിയ ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വണക്ക വായന ശുശ്രൂഷയിൽ തുടർന്നും നമുക്കായിരിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവീശ്വര കർത്താവെ, എളിയുന്ന നീതിപാപികളുമായി ഞങ്ങൾ നിശ്ചീവപ്രദവനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട്
പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരിക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ മാതാവായ പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരിക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരിക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതലേറ്റ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖകരമായ രഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രക്തം വീർത്തു എന്നിവ നമുക്ക് ധ്യാനിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സുപ്രിയ ഡാനി, പാലക്കാട്. എൻ്റെ മകൾ ഇതൾ മരിയ ഡാനി, 3 വയസ്സ്, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എൻ്റെയും പങ്കാളിയുടെയും മാതാപിതാക്കൾ കുഞ്ഞിനെ സ്നേഹിക്കണം. മീന ജോസഫ്, കറുകുറ്റി. എൻ്റെ ഭർത്താവിൻ്റെ പാരതൈറോയിഡ് അസുഖം പൂർണ്ണമായും മാറിക്കിട്ടുവാനും ഡയാലിസിസ് 2ാമത്തേത് പൂർണ്ണ ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടിയും എൻ്റെ മകൻ ജോസഫിൻ്റെ കാലുവേദന പൂർണ്ണമായും മാറുന്നതിനും എൻ്റെ വെരിക്കോസിസ് വെയിൻ എന്ന രോഗം പൂർണ്ണമായും മാറുന്നതിനും ഉഷ ജയൻ, മൂവാറ്റുപുഴ, ജോലി ലഭിക്കുന്നതിനും ഭവനം ലഭിക്കുന്നതിനും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഉണ്ടാവുന്നതിനും ബേസിൽ സജു, പാലക്കാട്, ഗൾഫിൽ പോകുന്നതിനും മുടികൊഴിച്ചിൽ മാറുന്നതിനും പെങ്ങൾ കോയിറ്റി കിട്ടിപ്പുറത്ത് പോകുന്നതിനും രമണി, വളമഞ്ചേരി, കയ്യിൽ നിന്ന് പോയ ഭവനം തിരികെ ലഭിക്കുന്നതിനും കടം വാങ്ങിയ പണം തിരികെ ലഭിക്കുന്നതിനും മകനും മരുമക്കളും തെറ്റ് തിരിച്ചറിഞ്ഞ് തിരികെ വരുന്നതിനും ജാൻസി മെൽബിൻ, ഫ്ലോറിയ ജോസഫ്, മോൻസി. ജാൻസിയുടെ രോഗസൗഖ്യത്തിനും മെൽബിൻ്റെ പഠനം, കോളേജ് അഡ്മിഷൻ എന്നിവ, മോൻസിയുടെ യാത്ര. ഏഞ്ചൽ എമിലിയ, പുളിങ്കുന്ന്, വിദേശത്ത് പഠനം, ജോലി, രോഗസൗഖ്യം, കടബാധ്യത. കുഞ്ഞമ്മ ജോർജ്, തോട്ടുങ്കൽ, നല്ല ആരോഗ്യം ലഭിക്കുന്നതിന് അമ്മയുടെ സംരക്ഷണം, ജന്മദിനത്തിൽ അമ്മയുടെ സമ്മാനം. വിൻസൻ ഗ്രേസ്, വൃഷ്ണം വലുതാവുന്ന അസുഖം സർജറി കൂടാതെ സുഖപ്പെടുന്നതിനും UK പോകുന്നതിനും ഫുൾ മാർക്കോടെ +2 പാസ്സാകുന്നതിനും അലീന എക്സാമിൽ ഫുൾ മാർക്സ് മേടിക്കുന്നതിനും റിജുവിൻ്റെ കാലിൻ്റെ വേദന സർജറി കൂടാതെ സുഖപ്പെടുന്നതിനും ബിബിന വിസ 27-ാം തീയതിക്കുള്ളിൽ വരുന്നതിനും മകൻ ബിടെക് കഴിഞ്ഞ് പുറത്തോട്ട് പോകുന്നതിനും മൂത്ത മകൻ്റെ ജോലി
കല്യാണം എന്നിവ നടക്കുന്നതിനും സോണി യോഹന്നാൻ പുതുമന, മകൾ ഏഞ്ചൽ റോസ് BSc നേഴ്സിംഗ് നന്നായി പഠിക്കുന്നതിനും ഭർത്താവിൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മാറുന്നതിനും മാർട്ടിൻ ജോസഫ് അങ്കമാലി പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും കുടുംബസമാധാനം നേർവഴിയെ നടക്കുന്നതിനും അതുൽ സോണി കലവൂർ ജീവിതത്തിലെ തടസ്സങ്ങളും ബന്ധനങ്ങളും മാറുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനും ജീവിത സമാധാനത്തിനും ആദിനാഥ് പാലക്കാട് ആദിനാഥിൻ്റെ അപൂർവ രോഗം മാറിക്കിട്ടുന്നതിനും ആദിനാഥിന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കുവാനുള്ള കൃപ ഉണ്ടാകുന്നതിനും ഹരീഷിൻ്റെ കണ്ണിലെ നീർക്കെട്ട് പൂർണ്ണമായും മാറുന്നതിനും മോളി തോമസ് കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ക്ലാസ്സുകൾ തന്നെ ഈ വർഷവും കിട്ടുന്നതിനും അമ്മയുടെ ജപമാല റാലിക്ക് മുൻപായി ഒരു ഭവനം ലഭിക്കുന്നതിനും മകൾക്ക് BTechൽ ലാസ്റ്റ് സെമസ്റ്റർ എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയും ജോബി കെ ജോർജ് മെയ് 30 മുൻപ് ജോലി കിട്ടുന്നതിനും ബിന്ദുജി കടബാധ്യത മാറുന്നതിനും ഭവനം ലഭിക്കുന്നതിനും ഭർത്താവിൻ്റെ ഉയർന്ന ശമ്പളം ലഭിക്കുന്നതിനും ഷീബ കടത്തുരുത്ത് കടബാധ്യത തീരുന്നതിനും ഭർത്താവിൻ്റെ അസുഖമില്ലാതെ ജോലിക്ക് പോകാൻ പറ്റുന്നതിനും മകന് നല്ല ജോലി ലഭിക്കുന്നതിനും വിൽഫ്രഡ് ജോൺ ഹോളി ഫാമിലി ശിരസ് മുതൽ ജനനേന്ദ്രിയം വരെയുള്ള അസ്വസ്ഥതകൾ മാറുന്നതിനും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനും ശത്രുത മാറുന്നതിനും വിശ്വാസത്തിൽ ജീവിക്കുന്നതിനും ബിന്ദു പോൾ ഇടപ്പള്ളി രാജുവും റാണിയും സ്നേഹത്തോടെ ജീവിക്കുന്നതിനും എൻ്റെ അസുഖം മാറിക്കിട്ടുന്നതിനും ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാവുന്നതിനും ജെ ഡേവി തിരുവനന്തപുരം രോഗസൗഖ്യത്തിനും മാരക രോഗങ്ങളിൽ നിന്നുള്ള വിടുതലിനും മക്കൾക്ക് ജോലി ലഭിക്കുന്നതിനും ലീലാമ്മ പെരുമ്പളം കടബാധ്യത മാറുന്നതിനും കേസിൽ വിജയിച്ച് സ്ഥലം വിൽക്കുന്നതിനും നാളെ നടക്കുന്ന ജർമ്മൻ പരീക്ഷയിൽ വിജയിക്കുന്നതിനും അഞ്ജന ആൻ്റണിക്ക് നല്ല വിജയം കിട്ടുന്നതിനും റോയി പൊള്ളത്തൈ മകളുടെ വിവാഹം നടക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും ദലീമ തോമസ് എടലക്കാട് കുടുംബം ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും വളരുന്നതിനും കടബാധ്യത മാറുന്നതിനും സഹോദരങ്ങൾ സ്നേഹത്തിൽ വളരുന്നതിനും ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നന്മ അപേക്ഷിക്കണമേ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതലായിട്ട് ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവസം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്നുമേ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അമൽ തോമസ്, കാനഡ. എനിക്ക് കാനഡയിൽ PR ലഭിക്കുന്നതിനും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതിനും അനിയൻ്റെ വിവാഹം നടക്കുന്നതിനും തിരുക്കുമാരനോട് പ്രാർത്ഥിക്കുന്നു. ലിഡിയ, കാനഡ. എനിക്ക് കാനഡയിൽ PR ലഭിക്കുന്നതിനും സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്നതിനും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിനും. ലിജി ജോയി, എടലക്കാട്. മോൻ ജർമ്മൻ പരീക്ഷ വിജയിക്കുന്നതിനും ജർമ്മനിയിൽ പോകുന്നതിനുള്ള തടസ്സം മാറുന്നതിനും മകൾക്ക് ദൈവഭയത്തോടുകൂടി ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിനും. ജെസ്സി, തങ്കവേലി. ഐശ്വര്യമോളുടെ ക്യാൻസർ രോഗം മാറുന്നതിനും എൻ്റെ കുടുംബം ഈശോയിൽ നിറയുന്നതിനും റോയിയും ഹണിയും ഒന്നിക്കുവാനും. ടോമി ഐസക്, ഇടപ്പള്ളി. മോൻ പരീക്ഷയിൽ ഉന്നത വിജയം ഉണ്ടാവുവാനും ഡോണിക്ക് കുടുംബത്തിനും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നതിനും മകൾക്ക് ഉന്നത വിജയത്തിനും വിവാഹം നടക്കുന്നതിനും. അഞ്ജലി ജോസഫ്. എൻ്റെ അമ്മയ്ക്ക് ക്ഷമ എന്ന പുണ്യം ലഭിക്കുന്നതിനും കുഞ്ഞുങ്ങൾ നല്ലവരായി വളരുന്നതിനും ജീവിത പങ്കാളിക്ക് ഉപജീവന മാർഗം ലഭിക്കുന്നതിനും. ഷാനു എസ്, വൈക്കം. കടബാധ്യത മാറുന്നതിനും കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതിനും ജോലി നന്നായി നടക്കുന്നതിനും ലാഭം ലഭിക്കുവാനും തടസ്സങ്ങൾ മാറുന്നതിനും. രാജി മറിയമ്മ ജോൺ, മാവേലിക്കര. ഭർത്താവിന് ജോലി ലഭിക്കുന്നതിനും കടങ്ങൾ മാറുന്നതിനും കുടുംബം ഒന്നിച്ച് ജീവിക്കുന്നതിനും. മെർഷൽ. എൻ്റെ ഭാര്യയും കുട്ടികളും തിരിച്ചു വരുന്നതിനും കുടുംബത്തിലെ രോഗങ്ങൾ മാറുന്നതിനും കടബാധ്യത മാറുന്നതിനും. ടിനു ജോസഫ്, കൊച്ചുവീട്ടിൽ. എനിക്ക് സ്വന്തമായി ഒരു ഭവനം ലഭിക്കുന്നതിനും ദാമ്പത്തിക ജീവിതത്തിൽ കൃപയുണ്ടാവുന്നതിനും മാതാപിതാക്കളുടെയും മക്കളുടെയും നല്ല ഭാവിക്കും. റെജി പാട്രിക്. വിവാഹം നടക്കുന്നതിനും അയർലൻഡിലേക്കുള്ള ജോലി തടസ്സം മാറുന്നതിനും രാജീവിന് ജോലി ലഭിക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനും കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനും. ആദം ജിബു. കുഞ്ഞിൻ്റെ അസുഖം മാറുന്നതിനും അമ്മയുടെ അസുഖം മാറുന്നതിനും കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതിനും. ക്ലിൻഡോ ചാക്കോ. സുഖപ്രസവം ലഭിക്കുന്നതിനും ക്ലിൻഡോയ്ക്ക് പ്രമോഷൻ കിട്ടുന്നതിനും. ചാക്കപ്പൻ. എനിക്ക് ജോലിയിൽ നിന്ന് ഞായറാഴ്ച ദിവസങ്ങളിൽ ഒഴിവായി കിട്ടുന്നതിനും എനിക്ക് ജോലി കിട്ടണമെന്നും പ്രാർത്ഥിക്കുന്നു. ആൻ്റണി തോമസ്, സ്നേഹഭവൻ. അനിൽ തോമസിന് വിദേശത്ത് പോകുന്നതിനും സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനും വിവാഹ തടസ്സം മാറുന്നതിനും കടബാധ്യത നീങ്ങിക്കിട്ടുന്നതിനും. ബിജു ബേബി. വിദേശത്ത് പോകുന്നതിനും എന്നെയും മോളെയും ഉപേക്ഷിച്ച് അന്യസ്ത്രീയോടൊപ്പം ജീവിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിനും സ്വന്തമായൊരു വീട് ലഭിക്കുന്നതിനും. ഷിനു ജോസഫ്. പൊന്നു, മീനു എന്നിവർ നന്നായി പഠിക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും ദിവാകരൻ വിൽസൺ തമ്മിലുള്ള ബിസിനസ് പ്രശ്നങ്ങൾ മാറുന്നതിനും. മേരി രാജു, ഉദയം പേരൂർ. എൻ്റെ മകൾ ശില്പയും ഭർത്താവും കൂടി സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്നതിനും ശില്പയ്ക്ക് കോഴ്സ് പൂർത്തിയായി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനും എൻ്റെ മകൾ രണ്ടാമതൊരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും. മേരി രാജു, ഉദയം പേരൂർ. പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നതിനും എൻ്റെ മെയ് മാസം അടക്കം നടത്തി സാക്ഷ്യം പറയുന്നതിന് എനിക്കുള്ള കൃപയുണ്ടാകണേനും.
സിനി ജോൺസൺ കൊല്ലം. BSc നേഴ്സിംഗ് നല്ല രീതിയിൽ എഴുതി പാസ്സാകുന്നതിനും എല്ലാ പരീക്ഷകളിലും നല്ല വിജയം കൈവരിക്കുന്നതിനും ഉപജീവന മാർഗം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലാലി മാർട്ടിൻ പുത്തൻ വീട്ടിൽ കളപ്പുര. അൽഫോൺസയ്ക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിനും മീരയും മിഥുനും നന്നായി പഠിച്ച് പാസ്സാകുന്നതിനും സണ്ണിക്ക് കണ്ണിന് കാഴ്ച ലഭിക്കുന്നതിനും കിഡ്നി ഷുഗർ എന്നീ അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിനും പ്രാർത്ഥിക്കുന്നു. സോണി ജോൺസൺ ചങ്ങനാശ്ശേരി. ജൂൺ 30 മുമ്പായി സോണിയ, ടോബിൻ, മെറിൻ എന്നിവർക്ക് വിസ ലഭിക്കുന്നതിനും ന്യൂസിലൻഡിൽ പോകുന്നതിനുള്ള തടസ്സം മാറുന്നതിനും ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയും മാറുന്നതിനും കോഴ്സ് പഠിച്ച് പൂർത്തിയായി വിജയം വരിക്കുന്നതിനും ജെസ്സി സിജി പെരുമ്പടപ്പ് ചേട്ടൻ്റെ വിവാഹം നടക്കുന്നതിനും ജോബി ജോണിൻ്റെ 10ാം ക്ലാസ് വിജയത്തിനും കുടുംബത്തിലുള്ളവരുടെ ആയുസ്സും ആരോഗ്യവും ബെർണാഡ് PJ ചെത്തി മകൻ്റെ കുസൃതി മാറുന്നതിനും രോഗങ്ങളിൽ നിന്നുള്ള മോചനവും ചേച്ചിയുടെ ദുസ്വഭാവം മാറുന്നതിനും ബീന മുഖത്തല കടം തീരുന്നതിന് വേണ്ടിയും കുടുംബത്തിലുള്ള എല്ലാവരും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും എനിക്ക് സഹോദരന് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കുവാമേ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവസം നമ്മുടെ കർത്താവ് ശംശിയായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്നുമേ നമുക്ക് ധ്യാനിക്കാം.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വീണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അരുൺ ജോസഫ് കാട്ടൂർ. മക്കളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതിനും കുടുംബം ശക്തിപ്പെടുന്നതിനും അമ്മയെ കാത്തു പരിപാലിക്കണമെന്നും. അഞ്ജു ജോസഫ് കാട്ടൂർ. മക്കളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നതിനും അമ്മയും സഹോദരങ്ങളും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നുള്ള മോചനവും. നിമിഷ ഐശ്വര്യ കാസർഗോഡ്. PSC പരീക്ഷ ജയിച്ച് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും രാധയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിനും. കുഞ്ഞു തോമസ് കൊട്ടാരത്തിൽ. ഉദ്യോഗ കയറ്റത്തിനും ഭവനം വാങ്ങുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും. റാണി സൈറസ് ചേർത്തല. ഭർത്താവിന് കുമ്പസാരവും കുർബാനയും ഉണ്ടാവുന്നതിനും കടബാധ്യത മാറിക്കിട്ടുന്നതിനും ശാരീരികമായ അസുഖങ്ങൾ മാറുന്നതിനും ഭവനത്തിന് എല്ലാവിധ കൃപയും ഉണ്ടാവുന്നതിന് വേണ്ടിയും ഭവനത്തിൽ നിന്ന് നമ്പർ ഇട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള തടസ്സങ്ങൾ മാറുന്നതിനും. മേരി തോമസ്. എൻ്റെ ഭർത്താവിൻ്റെ കടവാടകയ്ക്ക് കൊടുക്കുന്നതിനും എൻ്റെ മകൻ നല്ലവണ്ണം പഠിക്കുന്നതിനും അവൻ്റെ അലർജി രോഗം മാറുന്നതിനും ഫ്രണ്ടിൻ്റെ മകൾ ഖലീദ് നന്നായി പഠിക്കുന്നതിനും സംസാരിക്കുന്നതിനും. സുപ്രിയ ഡാനി. 3 വയസ്സുള്ള മകളുടെ ആരോഗ്യത്തിന് കുടുംബസമാധാനം. അൽഖർ ഓസ്ട്രേലിയ. ഇന്നു മുതൽ യാത്രയിലായിരിക്കുന്ന അൽഖാൻ്റെ എല്ലാവിധ നല്ല കാര്യങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാവുന്നതിന് വേണ്ടിയും. ക്രിസ്റ്റി ആർദർ അരിപ്പറമ്പ്. മാതാവ് നൽകിയ ജോലിക്ക് ഞാനും കുടുംബവും നന്ദി പറയുന്നു. ഉത്കണ്ഠയും മാനസിക രോഗവും മാറുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും അമ്മ തന്ന ഞങ്ങളുടെ കുഞ്ഞ് നല്ല രീതിയിൽ വളരുന്നതിനും. അൽഫോൻസ കണ്ണൂർ. ദൈവാനുഗ്രഹത്തോടെ ജീവിക്കുന്നതിനും രോഗസൗഖ്യം പുരോഗതി. അനഘ ബെന്നി ഏറ്റുമാനൂർ. നന്നായി പഠിക്കുന്നതിനും നല്ല ജോലി ലഭിക്കുന്നതിനും ദൈവാനുഗ്രഹത്താൽ ജീവിക്കുന്നതിനും. അലീന. കമ്പനിയിൽ നിന്ന് വിളിച്ച ജോലി തന്നെ ലഭിക്കുന്നതിനും ജൂൺ 4 ഓസ്ട്രേലിയയിൽ ജോലി ലഭിക്കുന്നതിനും. ഇസ ഇവ എന്നീ മക്കളുടെ അസുഖങ്ങൾ മാറുന്നതിനും. ജൂഡി മാത്യു പള്ളുരുത്തി. എഡ്വിന് ജോലി കിട്ടുന്നതിനും മോൾക്ക് IELTS പരീക്ഷ പാസ്സാകുന്നതിനും ജോലി തടസ്സം മാറുന്നതിനും കുടുംബസമാധാനം ജീവിത പങ്കാളി സ്ഥിരമായി ഉണ്ടാവുന്നതിനും കടവായ്പ തീർക്കുന്നതിനും. ശില്പ എലിസബത്ത് ചേർത്തല. ജോലി ലഭിക്കുന്നതിനും അനിയത്തിയുടെ സന്യാസ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും. മോളി ജോർജ് ബാംഗ്ലൂർ. ജോമോൻ്റെ വിവാഹ തടസ്സം മാറുന്നതിനും വിവാഹം നടക്കുന്നതിനും കുടുംബസമാധാനവും പല്ലുവേദന മാറുന്നതിനും ആൽബിന് നേഴ്സിംഗ് അഡ്മിഷൻ കിട്ടുന്നതിനും. മിനി ജോർജ് പുതുപ്പാടി. വളരെ കാലമായി പ്രാർത്ഥിച്ചിട്ടും ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടും സാധിക്കാത്ത കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും എൻ്റെ കടബാധ്യത മാറുന്നതിനും ഈ വണക്കമാസത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. ബൈജു സണ്ണി ചേർത്തല. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്നതിനും കുടുംബ ഐക്യത്തിനും ബിസിനസ്സിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതിനും. റോയി നിഹ എന്നിവരുടെ വിവാഹം അടുത്ത വർഷം തന്നെ തടസ്സമില്ലാതെ നടക്കുന്നതിനും. ഹരിയ അലക്സ് പാലാരിവട്ടം. ടെസ്റ്റ് പാസ്സാവുന്നതിനും ഒരു ജോലി ലഭിക്കുന്നതിനും. മിഹേസ് കയന. ജീവിത വിശുദ്ധീകരണത്തിനും ഫ്ലാറ്റ് വിൽക്കുന്നതിനും. ശീലകുമാരി. കേസിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും ശ്രീകൃഷ്ണൻ്റെ മദ്യപാനം മാറുന്നതിനും. ലില്ലിക്കുട്ടി. മകൻ്റെ അസുഖം മാറുന്നതിനും ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിനും മകൾക്ക് ജോലി ലഭിക്കുന്നതിനും. സിനി ഷിജോ പാലക്കാട്. സാമ്പത്തിക ബാധ്യത മാറുന്നതിനും രോഗങ്ങൾ മാറുന്നതിനും എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനും മകൻ നന്നായി സംസാരിക്കുന്നതിനും പ്രാഥമിക കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിനും. നിഷ പി മാത്യു. ശാരീരിക സൗഖ്യത്തിനും നോയിലിന് സ്കൂളിൽ പോകുവാനും പഠിക്കുവാനുമുള്ള മനസ്സുണ്ടാവുന്നതിനും എയ്ബലിനെയും സജിനെയും അനുഗ്രഹിക്കണമെന്നും
ബെൻസി മോൾ പുത്തൻപുരയ്ക്കൽ ആലപ്പുഴ. 2024 സെപ്റ്റംബറിൽ നടക്കുന്ന LDC പരീക്ഷ പാസ്സാകുന്നതിനും 100 പേരുള്ള ലിസ്റ്റിൽ ആദ്യം തന്നെ വരണമെന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഡെന്നിസ കോട്ടയം. അമ്മേ മാതാവേ, ഗൾഫിൽ നല്ലൊരു ജോലി ലഭിക്കുന്നതിനും സഹോദരികൾ UK പോകുന്നതിനും പേപ്പർ ശരിയാവുന്നതിനും എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാവുന്നതിന് വേണ്ടിയും അമൃത ചെന്നൈ മകളുടെ അസ്വസ്ഥതകൾ മാറി ജോലി നന്നായി ചെയ്യുന്നതിനും എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ജോലിയിൽ സമാധാനം ഉണ്ടാവുന്നതിന് വേണ്ടിയും ലൂയിഡ സാവിയോ എന്ന മകന് US വിസയുടെ തടസ്സം മാറുന്നതിനും വിസ ലഭിക്കുന്നതിനും ജോലി തടസ്സം മാറുന്നതിനും പരീക്ഷ പാസ്സാവുന്നതിനും ഞങ്ങൾക്ക് USA വിസ ലഭിക്കുന്നതിനും മാർഗ്രറ്റ് ഡൊമിനിക് USA വീട് വാങ്ങുന്നതിനും സജിക്ക് ജോലി ലഭിക്കുന്നതിനും മക്കൾ നല്ല വിശ്വാസത്തിലും ആത്മീയതയിലും ജീവിക്കുന്നതിനും ജോയി USA ടിൻഡു എന്ന മകൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതിനും ടിൻഡു എന്ന മകൾക്ക് മെഡിക്കൽ റെസിഡൻസി കോഴ്സ് അഡ്മിഷൻ ലഭിക്കുന്നതിനും മകൻ്റെ കുടുംബത്തിന് സൗഖ്യത്തിന് വേണ്ടിയും ദിവ്യ നിധിൻ പീച്ചിനാട് ചേരാനെല്ലൂർ വീടിൻ്റെ കടബാധ്യത മാറിക്കിട്ടുന്നതിനും മക്കൾ നന്നായി പഠിക്കുന്നതിനും ജീവിത പങ്കാളിയും കുടുംബവും മുഴുവൻ വിശ്വാസത്തിൽ ജീവിക്കുന്നതിനും കല രാജേശ്വരി തിരുവനന്തപുരം കലയുടെ ഭവനം വിൽക്കുന്നതിനും കുടുംബത്തിലെല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവുന്നതിനും ഷിജു തോമസ് കറുമണ്ണിൽ കട്ടപ്പന തൊഴിലുയർച്ച ഉണ്ടാകുന്നതിനും കുടുംബത്തിൽ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും കൃഷി മെച്ചപ്പെടുന്നതിന് വേണ്ടിയും ജിഷ ഫിലിപ്പ് അബുദാബിയിൽ ജോലി ലഭിക്കുന്നതിനും +2 പാസ്സാവുന്നതിനും കടബാധ്യത മാറുന്നതിനും AX അലക്സാണ്ടർ കുന്നേൽ മൈഗ്രെയിൻ എന്ന അസുഖം മാറുന്നതിനും മകൻ്റെ ജോലിയിൽ ഉന്നമനം ലഭിക്കുന്നതിനും സാമ്പത്തിക ഭദ്രത റിൻസി പിറവം കാനഡയിൽ ജോലി റെഡിയാവുന്നതിനും ജോലി തടസ്സം മാറുന്നതിനും ബിൻസി ജോസ് എഴുപുന്ന കുഞ്ഞിനെ ലഭിക്കുന്നതിനും ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനും വീട് സ്ഥലവും സ്വന്തമായി ലഭിക്കുന്നതിനും ഓമന വണ്ടാനം സന്തോഷകരമായ ജീവിതം ലഭിക്കുന്നതിനും ജോമോൾ കണ്ണൂർ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യത്തിനും പഠന വിജയത്തിനും ഷൈനി കണ്ണൂർ ദൈവാനുഗ്രഹത്തിനായും രോഗസൗഖ്യം ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിനും ജയൻ ധന്യ ദൈവാനുഗ്രഹം രോഗസൗഖ്യം കടബാധ്യത എന്നീ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോൾ എപ്പോഴും നീക്കുക. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതലേറ്റ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ട ശേഷം തനിക്ക് അധിക അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അടുത്ത തിരുത്തോളുമേ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെടുത്തി എന്ന് നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലും ആണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. റോസ്ലി ജോസഫ് സുഖപ്രസവത്തിനും മാതാവിൻ്റെ സംരക്ഷണത്തിനും, ശോശാമ്മ കലവൂർ അഷറിൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത്, രജനിയുടെ പരീക്ഷാ വിജയം, നെയ്മിയുടെ പരീക്ഷാ വിജയം, സതി പ്രകാശൻ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് സഹോദരൻ്റെ ബുദ്ധിമാന്ദ്യം മാറുന്നതിനും, അഞ്ചു റോയി വൈപ്പിൻ വിവാഹം ഭംഗിയായി നടക്കുന്നതിനും ജോലി സ്ഥിരതയുണ്ടാകുന്നതിനും മക്കളുടെ സംരക്ഷണത്തിനും, ഷൈജോ കടബാധ്യത മാറുന്നതിനും ജോലി ലഭിക്കുന്നതിനും കുംഭസാരവും പ്രാർത്ഥനയും ഉണ്ടാവുന്നതിനും, ബിനുപ്രിയ പുരയ്ക്കൽ ജോലി ലഭിക്കുന്നതിനും ജർമ്മൻ ലൈസൻസ് ലഭിക്കുന്നതിനും കുഞ്ഞിനെ ലഭിക്കുന്നതിനും, ജിനു ബിജു പുത്തൻപുരയ്ക്കൽ ജോലി തടസ്സം മാറുന്നതിനും, ആൻമരിയയ്ക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സാവുന്നതിനും ജർമ്മനിയിൽ പോകുന്നതിനും കുടുംബസമാധാനം ലഭിക്കുന്നതിനും, മേഴ്സി സിബി കോട്ടയം ജോലി ലഭിക്കുന്നതിനും വിവാഹ തടസ്സം മാറുന്നതിനും കടബാധ്യത മാറുന്നതിനും, മേഴ്സീന കുര്യൻ ജർമ്മനി ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതിനും സഹോദരങ്ങൾ തമ്മിൽ ഐക്യപ്പെടുന്നതിനും, ആശ അലക്സാണ്ടർ കേസ് അനുകൂലമായി വരുന്നതിനും കുഞ്ഞുങ്ങൾക്ക് നല്ല സ്വഭാവ രൂപീകരണം ഉണ്ടാവുന്നതിനും, ക്രിസ്റ്റിയുടെ വിവാഹം നടക്കുന്നതിനും അയർലൻഡിൽ ജോലി ശരിയാവുന്നതിനും കുടുംബത്തിൽ ശാന്തി സമാധാനവും, വിഷ്ണുരാജ് മകനും ഭാര്യയും സന്തോഷമായി ജീവിക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും ഭവനത്തിന് വേണ്ടിയും, ലൈബി കുര്യൻ മുണ്ടംവേലി റയാൻ്റെ അസുഖം മാറുന്നതിനും ആയുസ്സും ആരോഗ്യം ലഭിക്കുന്നതിനും നടുവുവേദന മാറുന്നതിനും, ജോണി ഓഹന്നാൻ മെയ് 22 വിവാഹം മംഗളകരമായി നടക്കുന്നതിനും ജോസഫിന് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും സ്വന്തമായൊരു ഭവനം ലഭിക്കുന്നതിനും, സാറാമ്മ സജി മദ്യപാനം മാറുന്നതിനും കടബാധ്യതകൾ തീരുന്നതിനും കുഞ്ഞുങ്ങൾ ആത്മീയതയിൽ ജീവിക്കുന്നതിനും, ആൻമേരി ഇരവിമംഗലം പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനും നല്ലതുപോലെ പഠിക്കുവാനുള്ള കൃപയുണ്ടാകുന്നതിനും മാതാവിൻ്റെ സംരക്ഷണവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും, പ്രീമ ജോൺ വലിയ വീട്ടിൽ മകളുടെ കാലുവേദന മാറുന്നതിനും മകൾക്ക് ഓക്സി എക്സാം പാസ്സാകുന്നതിനും, വിൻസെൻ്റ് ആൻ്റണി വീട് പണിയുന്നതിനും പഠനം ജോലി എന്നിവ നടക്കുന്നതിനും വിവാഹ തടസ്സം മാറുന്നതിനും, ലിസമ്മ കോട്ടയം മാതാവിൻ്റെ സാക്ഷിയായി തീരുന്നതിനും മകളുടെ ബിസിനസ് കേസ് തീർപ്പാവുന്നതിനും, ഐശ്വര്യ കോട്ടയം വിഷ്ണുവിൻ്റെ OPO എവിഡൻസ് വരുന്നതിനും ഒരു ജോലി കിട്ടുന്നതിനും കല്യാണം നടക്കുന്നതിനും, ശാലിനി ചന്ദ്രബോസ്
സൗദിയിൽ ജോലി ലഭിക്കുന്നതിനും ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനും എന്നീ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നന്മ നിറഞ്ഞ അപേക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ. ഓൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതലേറ്റ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവസം നമ്മുടെ കർത്താവ് ശിമിശിഹാ ഗാവുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാമനസനത്തിൽ മുഴിയ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടു, കുരിശുമേ തിറക്കപ്പെട്ടു എന്നിവ നമുക്ക് ധ്യാനിക്കാം. അമ്മേ മാതാവേ, ഈ 5-ാം ദിവസം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടർ ഡോക്ടർ VP ജോസഫ് അച്ഛനെയും സമർപ്പിക്കുന്നു. അച്ഛൻ്റെ എല്ലാവിധ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ പരിശുദ്ധമ്മയുടെ സംരക്ഷണവും സഹായവും ഉണ്ടാകണമെന്നും കൃപാസനത്തിൻ്റെ സ്പിരിച്വൽ ആനിമേറ്റർ ക്ലിൻ്റൺ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പള്ളിത്തോട് ഫോക്കൽ അക്കാഡമി, മരിയൻ ഗാർഡൻ, സോഷ്യോ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും സഹായവും ഉണ്ടാകണമെന്നും കൃപാസനത്തിലെ എല്ലാ പ്രേക്ഷിതരെയും ശുശ്രൂഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അവർ ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുന്നവർ, തീർത്ഥാടന ഉടമ്പടി, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവർ, ഫോൺ വഴി പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, ഇവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ വണക്കം ഏറ്റെടുത്ത് നടത്തുന്നവർ, ഓൺലൈൻ ഈ വണക്കം കൂടുന്നവർ, ഇവിടെ ഇരുന്ന് വണക്കം കൂടുന്നവർ, ഇവരുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നന്മ നിറഞ്ഞ അപേക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നന്മ അപേക്ഷിക്കണമേ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നന്മ അപേക്ഷിക്കണമേ. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതലേറ്റ് ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റപ്പായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനമൊന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 21-ാം തീയതി ഈശോ മിശിഹാ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ തിരുമാതാവിന് പ്രത്യക്ഷപ്പെടുന്നു. ഒന്നാമത്, ദൈവമാതാവ് തൻ്റെ തിരുക്കുമാരൻ ഉയർത്തൽ അനുഭവിച്ച സന്തോഷം. രണ്ടാമത്, ഈ പുത്രൻ്റെ അന്തമില്ലാത്ത മഹിമയെ കണ്ടപ്പോൾ അനുഭവിച്ച ആനന്ദം. മൂന്നാമത്, വിട്ടുപിരിഞ്ഞു പോയ ശിഷ്യന്മാർ തൻ്റെ തിരുക്കുമാരൻ്റെ പക്കൽ ചേരുന്നത് കണ്ടപ്പോൾ ഉണ്ടായ മനസ്സമാധാനം. ഒന്നാമത്, നമ്മുടെ രക്ഷകനായ ഈശോ നഗരത്തെയും മരണത്തെയും ജയിച്ച് കല്ലറയിൽ നിന്നും അളവില്ലാത്ത പ്രതാപത്തോടെ ഉത്ഥാനം ചെയ്തപ്പോൾ മാതാവിനുണ്ടായ സന്തോഷം എത്രമാത്രമായിരുന്നു. ഉത്ഥാനത്തിന് ശേഷം ആദ്യം മാതാവിന് മഹിമയോടെ പ്രത്യക്ഷയായി എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഈശോയുടെ പീഡാനുഭവങ്ങളിൽ മുഖ്യമായ പങ്ക് ഉണ്ടത് മറിയമാകയാൽ തൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷത്തിനും പ്രാധാന്യമായ ഓഹരി ലഭിക്കേണ്ടത് മറിയത്തിന് തന്നെയല്ലയോ? ഇപ്രകാരം ദൈവം മനുഷ്യർക്ക് നൽകുന്ന ആത്മീയ നന്മകൾ അവരെക്കുറിച്ച് അനുഭവിച്ച സങ്കടങ്ങൾക്ക് താക്കീതെന്നാണ് നിശ്ചയമായിരിക്കുന്നു. അതുകൊണ്ട് മിശിഹ അനുഭവിച്ച സങ്കടങ്ങളിൽ മനസ്സുരുകി തൻ്റെ പിന്നാലെ കുരിശും വഹിച്ചുകൊണ്ട് ഗാവുൽത്താവരെ നാം നടക്കേണ്ടതിന് മിശിഹായുടെ സന്തോഷത്തിലും മഹിമയ്ക്കും നാം ഓഹരിയെടുത്തേണ്ടതാണ്. രണ്ടാമത്, ഈശോ മിശിഹ ഉദ്ധാനം ചെയ്തപ്പോൾ ദൈവമാതാവിനുണ്ടായ അവർണ്ണീയമായ സന്തോഷവും മനതൃപ്തിയെയും പറ്റി ധ്യാനിക്കാം. സ്വന്തം പുത്രൻ സൂര്യനെ മയക്കുന്ന ശോഭ, സൂക്ഷ്മത, ആശ്വാസം, ലഘുത്വം മുതലായ വിശേഷവരങ്ങൾ പ്രാപിക്കുകയും ഈശോയുടെ കൈകാലുകളിൽ മാറലുണ്ടായിരുന്ന വിജയചിഹ്നമായ തിരുമുറിവുകളെ മുത്തുകയും ചെയ്യുമ്പോൾ മോശവാസികൾ അനുഭവിക്കുന്ന സന്തോഷം
ഈ ലോകത്തിൽ വെച്ച് മറിയം അനുഭവിച്ചത് ഇത് ലക്ഷ്യം സന്തോഷം പ്രകടനമായിരുന്നു. ഈ നാഥയെ നാം വാഴ്ത്തുകയും ഈ സന്തോഷം അനുഭവിക്കാൻ ലൗകിക സന്തോഷം ഉപേക്ഷിക്കാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണം. മൂന്നാമത്, ഈശോ മിശിഹാ ഉദ്ധാനം ചെയ്തതിൻ്റെ ശേഷം സ്ലീഹന്മാരെയും മറ്റു ശിഷ്യന്മാരെയും തൻ്റെ പക്കൽ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ മാതാവിന് അനുഭവിച്ച സമാധാനം അനിർവചനീയമായിരുന്നു. ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ചിതറിക്കിടന്നിരുന്ന സ്ലീഹന്മാരെ മനസാന്തരപ്പെട്ട് മനോധൈര്യമുള്ളവരായി തീർന്നു. നാമും കൂടെ കൂടെ പാപം ചെയ്യാതെ പിശാചിൻ്റെ മക്കളായി ഈശോയെ ഉപേക്ഷിക്കാതെ നാമും തിരുമാതാവിന് ഏറെ സങ്കടം വരുന്നു. നമ്മുടെ സൽകൃത്യം മൂലം മേലിലെങ്കിലും ഈ ദിവ്യമാതാവിനെ സന്തോഷിപ്പിക്കാൻ നാം ആഗ്രഹിക്കണം. പരിശുദ്ധ കന്യകയെ, ബലഹീനമായി ഈ സൽകൃത്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവരായി ഞങ്ങൾ പാപത്തിൽ വീഴാതിരിപ്പാൻ കൃപ ചെയ്യണമേ. ദൃഷ്ടാന്തം. പൂർവകാലത്ത് ലെയോൺ ഇസ്സായൻ എന്ന രാജാവ് ക്രിസ്തുവേദം ഉപേക്ഷിച്ച് ദൈവമാതാവിൻ്റെയും മറ്റു വിശുദ്ധന്മാരുടെയും തിരുശേഷിപ്പുകളും രൂപങ്ങളും വണങ്ങരുതെന്ന് കൽപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ കഠോരമായി പീഡിപ്പിച്ചു വന്നിരുന്നു. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ ദെർമസോക്ക് എന്ന ദേഹമാണ് ഖലീഫ് രാജാവിൻ്റെ മന്ത്രിയായി ദെർമസോക്ക് നഗരി ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പതിതനായ ലെയോൺ രാജാവിനോട് എതിർത്ത് അയാളുടെ രാജ്യത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ ലേഖനങ്ങൾ കൊണ്ടും മറ്റ് സത്യവിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തിയിരുന്നു. ലെയോൺ രാജാവ് ഇതറിഞ്ഞ് വിശുദ്ധ യോഹന്നാനെ നശിപ്പിക്കുന്നതിന് ഒരു തന്ത്രം ചെയ്തു. ലെയോൺ രാജാവ് ദെർമസോക്ക് നഗരിയിൽ സൈന്യബലത്തോടെ വന്നാൽ ആ നഗരി കൈവശപ്പെടുത്തി കൊടുക്കാമെന്ന് യോഹന്നാൻ സമ്മതിച്ചിട്ടുള്ളതായി ഒരു കള്ളയെഴുത്ത് നിർമ്മിക്കുകയും യോഹന്നാൻ്റെ ഒപ്പുവെച്ച് അത് ഖലീഫ് രാജാവിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. എഴുത്ത് കൃത്രിമമല്ലെന്ന് വിചാരിച്ച് ഖലീഫ് രാജാവ് യോഹന്നാനെ വരുത്തി കാണിക്കുകയുണ്ടായി. ഇത് തൻ്റെ ശത്രുക്കളിൽ ആരോ ചെയ്ത ദുഷ്കൃത്യമെന്ന് എഴുത്ത് കണ്ട മാത്രയിൽ യോഹന്നാൻ മനസ്സിലാക്കി. എന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? രാജാവിന് മന്ത്രിയുടെ വാക്കിൽ ഒട്ടും വിശ്വാസം തോന്നിയില്ല. അതുകൊണ്ട് യോഹന്നാൻ്റെ വലങ്കൈ വെട്ടി തെരുവിൻ്റെ മധ്യേ കഴുമരത്തിൽ കെട്ടിത്തൂക്കാൻ രാജകൽപ്പനയുണ്ടായി. യോഹന്നാൻ ഒറ്റക്കയ്യനായാണ് സ്വഭവനത്തിലേക്ക് മടങ്ങിയത്. രാജാവിൻ്റെ കോപം അമർന്നതിൻ്റെ ശേഷം വീണ്ടും രാജസന്നിധിയിലെത്തി വെട്ടപ്പെട്ട കരം തിരിച്ചു കിട്ടണമെന്ന് രാജാവിനോട് അപേക്ഷിച്ചു. അലിവ് തോന്നി വെട്ടപ്പെട്ട കൈ തിരിച്ചു കൊടുക്കാൻ രാജാവ് കൽപ്പിച്ചു. ദെമസോക്ക് അത് വാങ്ങിച്ചുകൊണ്ട് ദൈവമാതാവിൻ്റെ പള്ളിയിൽ പോയി അധിക ഭക്തിയോടും ദൃഢവിശ്വാസത്തോടും കൂടെ ഇപ്രകാരം പ്രാർത്ഥിച്ചു: എൻ്റെ നാഥേ, അങ്ങേ സ്വരൂപം വണങ്ങണമെന്ന് ഞാൻ എഴുതിയതിനാൽ എൻ്റെ കൈ വെട്ടപ്പെടാൻ സംഗതിയായല്ലോ. ആ വണക്കം അങ്ങേക്ക് പ്രിയമുള്ളതെന്നും ഞാൻ എഴുതിയതെന്ന് സംശയിക്കപ്പെട്ട എഴുത്ത് വ്യാജനിർമ്മിതമെന്നും എല്ലാവരും അറിയാനായി എൻ്റെ കൈ അങ്ങ് ഒട്ടിക്കുന്നുവെങ്കിൽ ആ കൈകൊണ്ട് തന്നെ ഇനിയും അങ്ങേ തിരുസ്വരൂപവും മറ്റും വണങ്ങുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന എഴുത്തുകൾ ഞാൻ എഴുതുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ ശേഷം ദൃഢവിശ്വാസത്തോടെ വെട്ടപ്പെട്ട ഭാഗങ്ങൾ രണ്ടും കൂട്ടിച്ചേർത്തപ്പോൾ അത്ഭുതമായി ഒട്ടിച്ചേർന്ന് മുമ്പത്തെ പോലെയായി. ഈ അത്ഭുതം ഉടൻ തന്നെ പ്രസിദ്ധമായി. രാജാവ് ഇതറിഞ്ഞ് ദെർമസോക്കിനെ വരുത്തി ക്ഷമായാചന ചെയ്യുകയും അദ്ദേഹം ചോദിക്കുന്നത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ഈ പുണ്യാത്മാവ് തനിക്കൊന്നും തന്നെ വേണ്ടെന്നും മന്ത്രി ഉദ്യോഗം ഒഴിയുന്നതിന് അനുവദിച്ചാൽ മതിയെന്നുമാണ് പറഞ്ഞത്. ഇങ്ങനെ ഉദ്യോഗം ഒഴിഞ്ഞതിൻ്റെ ശേഷം മരണപര്യന്തം ദൈവമാതാവിൻ്റെ അതിഭക്തനായി ജീവിച്ചു വന്നു. ദൈവമാതാവ് ചെയ്ത അത്ഭുതത്തിൻ്റെ അടയാളമായി അദ്ദേഹത്തിൻ്റെ കൈ മുറികൂടിയ സ്ഥാനത്ത് ഒരു ചുവന്ന പാടുണ്ടായിരുന്നു. സഹോദരന്മാരെ, ദൈവമാതാവിൻ്റെ തിരുപ്പടങ്ങളും പ്രതിമകളും വണങ്ങി വരികയും നിങ്ങളാൽ കഴിയും വണ്ണം ശേഷം പേരും ഇപ്രകാരം ചെയ്യുന്നതിന് പ്രയത്നിക്കുകയും വേണം. ജപം. നന്മ നിറഞ്ഞ മാതാവേ,
മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ അങ്ങേ പുത്രനെ പ്രതീക്ഷിച്ചുകൊണ്ട് പൂർവ്വപിതാക്കന്മാരും ദീർഘദർശികളും ആദിപിതാവ് ആദിമാതാവ് മുതലായി 4000 വത്സരം വരെ ജീവിച്ചിരുന്ന പുണ്യാത്മാക്കളെല്ലാവരും അങ്ങയെ തങ്ങളുടെ രാജ്ഞിയായി നല്ല ഉപകാരിണിയായി സ്തുതിച്ചുകൊണ്ടിരുന്നുവല്ലോ. പാപികളായ ഞാനും അവരോടുകൂടെ അങ്ങയെ മോക്ഷരാജ്ഞിയായി സ്തുതിക്കുകയും നിന്റെ തിരുക്കുമാരന്റെ ഉയർപ്പിനെ പ്രതി സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്റെ മരണസമയത്തിൽ എന്നെ കൈവിടാതെ കാത്തുകൊള്ളണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കിൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ എപ്പോഴും നീക്കും. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ എപ്പോഴും നീക്കും. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റിയുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേപോലെ എപ്പോഴും നീക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സംഗീതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
പാപികളുടെ സംഗീതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. പാപികളുടെ സംഗീതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവും അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. സുഹൃത ജപം. പരിശുദ്ധ കന്യകേ, പരിശുദ്ധ കന്യകേ, ഈശോ മിശിഹ കഴിഞ്ഞാൽ നീ എത്രേ എനിക്ക് എനിക്ക് ഉറപ്പുള്ള ശരണം. പരിശുദ്ധ കന്യകേ, ഈശോ മിശിഹ കഴിഞ്ഞാൽ നീ എത്രേ എനിക്ക് ഉറപ്പുള്ള ശരണം. പരിശുദ്ധ കന്യകേ, ഈശോ മിശിഹ കഴിഞ്ഞാൽ നീ എത്രേ എനിക്ക് ഉറപ്പുള്ള ശരണം. സൽക്രിയ. ദേവാലയത്തിൽ കുറെ എണ്ണയെങ്കിലും ഒരു മെഴുകുതിരിയെങ്കിലും കൊടുക്കണം. സാന്ത്വനമരുളും മാതാവേ, ക്രിസ്തു ജനത്തിൻ പാലികയെ പ്രാർത്ഥന